സഭയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് KCFC പ്രഖ്യാപിച്ചിരിക്കുന്ന സഭാ നവീകരണ വർഷത്തിന് ശാലോം TV ഒരുക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കൊരു പുഷ്പകിരീടമെന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാ ദൈവജനത്തെയും സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 5-ാം തിരുവചനം. സഭ തീഷ്ണമായി അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹായെ റോമ പടയാളികൾ യഹൂദരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തടവറയിൽ ആക്കിയിരിക്കുന്ന സമയത്ത്, വധിക്കാൻ തീരുമാനിച്ച സമയത്ത്, പത്രോസ്ലീഹ ഇരു ചങ്ങലകളാൽ ബന്ധിതനായി തടവറയിൽ പടയാളികളുടെ മധ്യത്തിൽ കിടക്കുമ്പോൾ അങ്ങ് അകലെ മർക്കോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ ഭവനത്തിൽ സഭാമക്കൾ തീഷ്ണമായി സഭയുടെ തലവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രാത്രി ദൈവത്തിൻ്റെ ദൂതനിറങ്ങി സഭയുടെ തലവനെ മോചിപ്പിച്ച വചനഭാഗമാണ് നമ്മൾ കേട്ടത്. ഈശോയുടെ പ്രിയപ്പെട്ട ദേനമേ, സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, സഭയ്ക്കെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് പ്രാർത്ഥന പരിത്യാഗം. സഭ എന്നും വിജയിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാലാണ്. സാത്താൻ ഏറ്റവും കൂടുതൽ സഭാമക്കളെ, ഒരു വൈദികനെ, ഒരു സിസ്റ്ററിനെ, ഒരു അൽമായനെ, ഒരു യുവതി യുവാവിനെ, ഒരു കുടുംബനാഥനെ സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അവൻ്റെ പ്രാർത്ഥനയാണ്. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും മാത്രമേ ഈ വർഗം പുറത്തു പോകത്തുള്ളൂ. നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ കായിക ബലം കൊണ്ടോ, നമ്മുടെ സങ്കടശക്തി കൊണ്ടോ, നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ കൂട്ടായ്മ കൊണ്ടോ സഭാവിരുദ്ധ ശക്തികളെ തകർക്കാൻ പറ്റില്ല. എന്നാൽ നിരന്തരമായി ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാല ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾ ചൊല്ലിയും പരിഹാരം ചെയ്തും പ്രാശ്ചിത്തം ചെയ്യുമ്പോൾ സഭയിലെ പ്രതിസന്ധികൾ എല്ലാ കാലഘട്ടത്തിലും മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിൽ സഭയിൽ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം അനേകം വിശുദ്ധന്മാരിലൂടെ സഭയെ ഉണർത്തിയ ചരിത്രമുണ്ട്. 1380 കാലഘട്ടങ്ങളിൽ സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് കൊളൈറ്റ് എന്ന് പറയുന്ന ഒരു വിശുദ്ധയായ കന്യാസ്ത്രീ പ്രാർത്ഥനയും പരിത്യാഗവും സഹനങ്ങളും ഏറ്റെടുത്ത് സഭയുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സഭയിൽ ഒരു നവീകരണമുണ്ടായ ചരിത്രമുണ്ട്. ഈ കൊളൈറ്റ് എന്ന് പറയുന്ന സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയെ നശിപ്പിക്കാൻ വേണ്ടി നേരിട്ട് പിശാച് വന്നിട്ട് പറയും, ഹേ കൊളൈറ്റെ, നിന്റെ പ്രാർത്ഥന നരകത്തിന് അസ്വസ്ഥതയാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ജനമേ, നമ്മൾ എത്രമാത്രം പ്രവർത്തിച്ചാലും എത്രമാത്രം കൂടിയാലും ശരി, പിശാചിൻ്റെ തല തകർക്കണമെങ്കിൽ, പിശാചിൻ്റെ ശക്തി ഇല്ലാതാക്കണമെങ്കിൽ പ്രാർത്ഥന, പരിത്യാഗ, ഉപവാസ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ഈ സഭ ശക്തിപ്പെടണമെങ്കിൽ, സഭ ബലപ്പെടണമെങ്കിൽ, സഭയിൽ കൂട്ടായ്മ ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥനകൾ ഉയരണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ ആദിമസഭ ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ സഭാമക്കൾ സഭയുടെ തലവനും എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവേ, അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിക്കണമേ, അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കാൻ അവിടുത്തെ കരം നീട്ടണമേ. അവിടെ വചനം പഠിപ്പിക്കുന്നത്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ദൈവമക്കളെ, സഭാ നവീകരണ വർഷം 3 വർഷമുണ്ട്. ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയൊക്കെ സഭയെ നവീകരിക്കണം? ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭയിൽ ഒരു വ്യക്തി മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി സഭയിൽ അംഗമാണ്, സഭയിൽ അംഗമായി മാറുകയാണ്. അപ്പോൾ സഭയിൽ അംഗമായ മക്കൾ സഭയുടെ നവീകരണത്തിന് വേണ്ടി തങ്ങളുടെ സഹനങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് ലാസലറ്റായിലും മഡ്ജുഗോറിയയിലും പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ പറയുന്നുണ്ട്, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, സഭയിൽ പ്രാർത്ഥന ഉയരുമ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം തകർന്നു പോയിട്ടുണ്ട്. സഭയിലെ
ഒരു വലിയ വിശുദ്ധനാണ് യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോ ഒരിക്കലും ഒരു ദർശനം കാണുകയാണ്. സഭയാകുന്ന കപ്പൽ, പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാൽ നയിക്കുന്ന മെത്രാന്മാരും വൈദികരും സമർപ്പിതരും അൽമായിരമുള്ള സഭയാകുന്ന കപ്പല് കടലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഇരുണ്ട സമയം വരിക. അവിടെ വെളിച്ചമില്ല, പ്രകാശമില്ല, ഒന്നുമില്ല. ഈ സമയത്ത് സഭയാകുന്ന കപ്പൽ ആടി ഉലയുക. സഭാവിരുദ്ധ ശക്തികൾ സഭയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അകത്തുനിന്നും പുറത്തുനിന്നും സഭയെ ആക്രമിക്കുമ്പോൾ അനേകം വൈദികരും സമർപ്പിതരും അൽമായിരും കൂട്ടം കൂട്ടമായി സഭ വിട്ടുപോകും. ഈ സഭ ആടി ഉലയണ സമയത്ത് വിശുദ്ധ ഡോൺ ബോസ്കോ നിലവിളിക്കുക, കർത്താവെ, തിരുസഭയെ രക്ഷിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഡോൺ ബോസ്കോ ഒരു ദർശനം കാണുകയാണ്. അതാ സഭയെ രക്ഷിക്കാൻ വേണ്ടി കടലിൽ ഒരു വലിയ തൂണ് പൊങ്ങി. ആ തൂണിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മ മാതാവ്, അമ്മയുടെ വിമല ഹൃദയം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് അടിവശത്ത് എഴുതി വച്ചിരിക്കുകയാണ്, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ്. രണ്ടാമത് അതിലും വലിയൊരു തൂണ് ഉയർന്നു പൊങ്ങി, അതിലൊരു വലിയ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചു. എന്നിട്ട് അതിനടിയിൽ എഴുതി വയ്ക്കുകയാണ്, ക്രിസ്ത്യാനികളുടെ രക്ഷയായ ദിവ്യകാരുണ്യം. ഈ രണ്ട് തൂണുകളിലാണ് സഭയെ കെട്ടിയിട്ട് സഭയെ പരിരക്ഷിക്കുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സ്വർഗം നൽകിയ വലിയ രണ്ട് സമ്മാനമാണ്, ഒന്ന് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈശോയുടെ സഭയെ തകർക്കാൻ സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. സഭയെ തകർക്കാൻ, സഭയുടെ കുടുംബങ്ങളെ തകർക്കാൻ, സഭയുടെ പൗരോഹിത്യത്തെ തകർക്കാൻ, സഭയ്ക്കുണ്ടാകുന്ന ചെറിയ കുറവുകൾ പോലും പർവ്വതീകരിച്ച് സഭയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും സഭാമക്കൾ സഭയെ ശക്തിപ്പെടുത്തണം. വചനമുണ്ട്, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം തിരുവചനം. അവിടെ വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു. എന്ന് വെച്ചാൽ സഭയാകുന്ന കോട്ട, കർത്താവിൻ്റെ സഭ ഒരു കോട്ടയാ. ആ സഭയ്ക്കകത്ത് കോട്ട വിള്ളലുണ്ടാകുമ്പോൾ ആ വിള്ളലടയ്ക്കുന്ന വ്യക്തിയായിരിക്കണം വൈദികർ. ആ വിള്ളലടയ്ക്കുന്ന വ്യക്തിയായിരിക്കണം അൽമായൻ. എൻ്റെ ദൈവമക്കളെ, ഏതു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് വലിയൊരു കടമയുണ്ട്. സഭയാകുന്ന കോട്ടയിൽ വിള്ളലുണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ അവിടെ എല്ലാം വിള്ളലടയ്ക്കുന്നത് കായിക പ്രതിരോധത്താലല്ല. സഭയിലെ വിശുദ്ധന്മാരെല്ലാം ചെയ്തത് അവർ പ്രാർത്ഥനയും പരിത്യാഗവും വഴിയാണ്. 5-ാം നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ട് അവസാനം, 5-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് സെന്റ് ബെനഡിക്റ്റ് എന്ന് പറയുന്ന പൈശാചിക ശക്തികളെ ബന്ധിക്കാൻ അസാധാരണമായ കൃപ കിട്ടിയ സെന്റ് ബെനഡിക്റ്റ് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹം സഭയെ വീണ്ടെടുത്ത് എങ്ങനെയറിയാമോ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു, പരിത്യാഗം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ പിശാച് മുട്ടുകുത്തി എന്നാണ് പറയുന്നത്. 8 മണിക്കൂർ പ്രാർത്ഥന, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്ന ബെനഡിക്റ്റൻ നിയമാവലി ഒരുക്കി ആ വ്യക്തിയിലൂടെ 5000-ത്തോളം വിശുദ്ധന്മാരാണ് ബെനഡിക്റ്റൻ സഭയിലുണ്ടായത്. ആ കാലയളവിൽ സഭയെ രക്ഷിച്ച ഒരു വിശുദ്ധനാണ് ബെനഡിക്റ്റ്. അദ്ദേഹം സഭയെ നവീകരിച്ചത് അത് വലിയ പ്രത്യയശാസ്ത്രം കൊണ്ടോ, വലിയ കഴിവ് കൊണ്ടോ, വലിയ തിയോളജി കൊണ്ടോ, വലിയ സംഘടന ശക്തി കൊണ്ടല്ല, പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും അങ്ങനെ സഭയിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സെന്റ് ഡൊമിനിക്കും ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ അന്തോനീസും, അഴുകാത്ത നാവിനുടമസ്ഥനായ വിശുദ്ധ അന്തോനീസും വിശുദ്ധ ക്ലാരയും ഒക്കെ സഭയിൽ എഴുന്നേറ്റത്. 15-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്റ്റൽ വിപ്ലവം സഭയിൽ ആഞ്ഞടിച്ച കാലഘട്ടത്തിലല്ലേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള, വിശുദ്ധ പീറ്റർ ഫാബർ ഇവരിലൂടെ ശക്തമായി സഭയെ പ്രാർത്ഥന വഴി നവീകരണത്തിൽ കൊണ്ടുവന്നത്. ദൈവമക്കളെ, ഈ കാലയളവിൽ 15-ാം നൂറ്റാണ്ടിൽ 30 ലക്ഷത്തിലധികം പേര് കത്തോലിക്ക സഭ വിട്ട് കൂട്ടം കൂട്ടമായി മറ്റ് ഇതര സഭയിലേക്ക് പോയ കാലഘട്ടത്തിലാണ്, സഭ വലിയ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിലാണ് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ജുവാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി പയ്യൻ ക്രിസ്തീയ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അമ്മയെ സ്നേഹിച്ചിരുന്ന, അമ്മയെ മുറുകെ പിടിച്ചിരിക്കുന്ന, ജപമാല ചൊല്ലുന്ന ഒരു ജുവാൻ എന്ന് പറയുന്ന ആദിവാസി പയ്യൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് 18 പ്രത്യേകത ആ പ്രത്യക്ഷീകരണത്തിനുണ്ടായി. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജുവാൻ്റെ വസ്ത്രം 35 വർഷത്തിൽ കൂടുതൽ ലോകത്തിൽ ഇരിക്കത്തില്ല, 400 വർഷമായി കേടുകൂടാതിരിപ്പുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ ഇന്നുവരെ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല. അത്ഭുതകരമായ
പരിശുദ്ധമായ പരിശുദ്ധ അമ്മയുടെ ചിത്രം പതിച്ച ഗാഡുലുപ്പ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ, അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഈ 30 ലക്ഷം പേര് യൂറോപ്യൻ രാജ്യങ്ങളിൽ സഭ വിട്ടുപോയപ്പോൾ 80 ലക്ഷത്തോളം മെക്സിക്കോക്കാര് കത്തോലിക്ക സഭയിൽ അംഗമായി. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയാം. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും സഭയുടെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ എല്ലാ കാലഘട്ടത്തിലും കടന്നു വരുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിലും സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും താൻ ഉപകരണമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ് പരിശുദ്ധ അമ്മ. നമുക്കറിയാം, സഭയിൽ ഓരോ കാലഘട്ടം നോക്കിയ 12ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ നമുക്കറിയാം അൽജസ്മിൻ ഭാഷാണ്ഡത ഉണ്ടായ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 917 അല്ലെങ്കിൽ നിരീശ്വരവാദ പ്രസ്ഥാനം റഷ്യയെ തകർക്കാൻ തുടങ്ങിയപ്പോൾ ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ്, ഈ 3 കുഞ്ഞുങ്ങൾക്ക് അമ്മ പ്രത്യക്ഷപ്പെടുക. ഓരോ കാലഘട്ടത്തിൽ സഭയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അമ്മ അതിനു മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈശോയുടെ ദൈവജനമേ, അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ എന്താ അമ്മ പറഞ്ഞത്? അമ്മ പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധർ പറയുന്ന കാര്യമുണ്ട്. അവരെങ്ങനെയാണ് സഭയെ നേടിയെടുത്തത്? അവർ സഭയെ നേടിയെടുത്തത് നിരന്തരം പ്രാർത്ഥന കൊണ്ടാണ്. നിരന്തരം പ്രാർത്ഥന കൊണ്ടാണ് സഭയെ നേടിയെടുത്തതും സഭയെ വിശുദ്ധീകരിച്ചതും സഭയെ നവീകരിച്ചതും. അവർ കർത്താവിന് മുമ്പിൽ ബലിയാത്മാവായി മാറി. അവരുടെ സഹനങ്ങൾ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. സഭയെ നവീകരിക്കാൻ വേണ്ടി, സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി രാവും പകലും അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയുമേ ഉണ്ടായിരുന്നു, ഫൗസ്റ്റീന, മരിയ ഫൗസ്റ്റീന. ഈ മരിയ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഉടുപ്പിടിലിന് പോലും സ്വന്തം ബന്ധുക്കൾക്ക് വരാൻ വണ്ടിക്കൂലി പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടി. അവൾ കന്യാസ്ത്രീ ആയപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിൽക്കാൻ വേണ്ടി സ്വന്തം ബന്ധുക്കൾ പോലും വരാൻ നിവൃത്തിയില്ലാത്ത ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവൾ. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ദിവ്യകാരൻ്റെ സന്നിധിയിൽ പോയി കരയുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ആരും നിനക്കില്ലേലും ഞാൻ നിനക്കുണ്ട്. ആ ഈശോ പിന്നീട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യമായ ദൈവകരുണയുടെ രഹസ്യങ്ങൾ പങ്കുവെച്ച ഈ ഫൗസ്റ്റീനയോട് ഈശോ പറയുന്നുണ്ട്, പോളണ്ട് എന്ന രാജ്യം അധികം താമസിയാൻ നശിക്കും. എന്നാൽ നീ പോളണ്ടിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാമോ? എല്ലാ തിന്മയും അരാജകത്വവും നിറഞ്ഞ ഈ രാജ്യത്തെ പിതാവായ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഫൗസ്റ്റീന പറയുക, എൻ്റെ മാതൃരാജ്യത്തെ നശിപ്പിക്കരുത്, എൻ്റെ മാതൃരാജ്യമായ പോളണ്ടിനെ നശിപ്പിക്കരുത്. ഈ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, പകരം നീ പോളണ്ടിന് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കാമോ? നീ പോളണ്ടിന് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെച്ചും ഉപവസിച്ചും പ്രാർത്ഥിക്കാമോ? അന്നു മുതൽ മരിയ ഫൗസ്റ്റീന പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ജാഗരിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് പൗലോസ് തിമോത്തിയോസിൽ എഴുതിയ ലേഖനം 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്തു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ വേണ്ടി രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി നിങ്ങൾ ചെയ്യണം. അത് ദൈവത്തിന് പ്രീതികരമാണ്. ഒരു രാജ്യത്തിന് വേണ്ടി ഒരു കർത്താവിൻ്റെ മണവാട്ടിയായ ഫൗസ്റ്റീന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ രാജ്യത്ത് തിന്മ വിട്ടുപോയി. ആ രാജ്യത്ത് ദൈവം സമാധാനം കൊണ്ടുവന്നു. ഇന്ന് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ദൈവവിളി കിട്ടുന്ന രാജ്യം പോളണ്ടാണ്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹമുള്ളത് പോളണ്ടാണ്. ഞാനിത് പറയുന്നത് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ നവീകരണം ഉണ്ടാകണമെങ്കിൽ, സഭയിൽ ഒരു ഉണർവുണ്ടാകണമെങ്കിൽ, സഭയിൽ പുതിയ പെന്തക്കോസ്തായുടെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ യുവജനങ്ങൾ, വൈദികർ, സമർപ്പിതർ, അൽമായർ, പിതാക്കന്മാർ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, വൈദികരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ജോൺ മരിയ വിയാനി എന്ന് പറഞ്ഞ വൈദികന്റെ ചരിത്രം നമുക്കറിയാം. ആഴ്സ് എന്ന് പറയുന്ന ഒരു തകർന്ന ഇടവകയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ദിവ്യകാരനും ജപമാലയും മാത്രമേ കയ്യിലുള്ളൂ. പരിശുദ്ധ കുർബാന അർപ്പിച്ച് കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകളെ മുട്ടുകുത്തി കരങ്ങളെ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലുവാൻ. അദ്ദേഹത്തിൻ്റെ വലിയ പ്രാർത്ഥന വഴി, പരിത്യാഗം വഴി 18 ലക്ഷം ആത്മാക്കളാണ് ഈ ജോൺ മരിയ വിയാനിയുടെ പ്രാർത്ഥന വഴി ആ ദേശത്ത് മാനസാന്തരം. 18 ലക്ഷം ആത്മാക്കൾ. ഇന്നും ആഴ്സിലൊരു കുമ്പസാരക്കൂടുണ്ട്. അദ്ദേഹം കുമ്പസാരിച്ച കുമ്പസാരക്കൂട് നരകത്തിൽ നിന്ന് സാത്താൻ നേരിട്ടിറങ്ങി വന്ന് പകുതി കത്തിയാണ് കിടക്കുന്നത്. പിശാചിന് ഏറ്റവും അസ്വസ്ഥതയായിരുന്നു
ജോൺ മരിയ വിയാനിയുടെ പ്രാർത്ഥന. ഒരിക്കൽ അദ്ദേഹത്തോട് കുറെ വൈദികർ, ഇറ്റലിയിൽ നിന്ന് വന്ന 2-3 വൈദികർ വന്ന് ചോദിച്ചു, വിയാനി അച്ഛാ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളും കുർബാന ചൊല്ലുന്നുണ്ട്, ഞങ്ങളും ജപമാല ചൊല്ലുന്നുണ്ട്, പക്ഷെ ആർട്സിലുണ്ടാകുന്ന മാനസാന്തരം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടാകാത്തത്? ഉടനെ ചിരിച്ചുകൊണ്ട് ജോൺ മരിയ വിയാനി ഈ വൈദികരോട് പറഞ്ഞൊരു, നിങ്ങൾ അച്ഛന്മാരെ, നിങ്ങൾ പരിത്യാഗം ചെയ്യാറുണ്ടോ? നിങ്ങൾ നിലത്ത് കിടക്കാറുണ്ടോ? നിങ്ങൾ ഉപവസിക്കാറുണ്ടോ? നിങ്ങൾ ദൈവജനത്തിന് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച് കരയാറുണ്ടോ? അങ്ങനെ ചെയ്താൽ ഇടവകളിലെല്ലാം മാനസാന്തരം ഉണ്ടാകും. എസ്രാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിജാതീയ ബന്ധങ്ങളാൽ ഇസ്രായേൽ ജനം തകർന്നു കഴിഞ്ഞപ്പോൾ എസ്രാ എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ ചെയ്യുന്ന പണി എന്താ? അദ്ദേഹം ചെയ്യുന്നത് വേറൊന്നും ഇവരെ തിരുത്താനല്ല പോകുന്നത്. ഈ ജനത്തിനു വേണ്ടി ബലിപീഠത്തിനും ദൈവജനത്തിനും മധ്യേ ഒരു പുരോഹിതൻ കമന്ന് കിടന്ന് കരയുക. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലയളവിൽ സഭയ്ക്കെതിരെ ശത്രുക്കൾ വരുമ്പോൾ, സഭയിൽ അനുസരണക്കേട് വരുമ്പോൾ, സഭയിൽ ലോകാരൂപി കയറുമ്പോൾ നമ്മൾ വിമർശിച്ചത് കൊണ്ടോ കുറ്റം പറഞ്ഞത് കൊണ്ടോ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചത് കൊണ്ടോ അവിടെ സഭയിൽ മാറ്റം ഉണ്ടാകത്തില്ല. ആരൊക്കെ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ അതുവഴിയാണ് മാറ്റം. എസ്രാ എന്ന് പറയുന്ന ഒരു വൈദികൻ, ഒരു പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം എസ്രായോടൊപ്പം കൂടി അവിടെ നവീകരണം ഉണ്ടായി. നെഹമ്യ പ്രവാചകന്റെ പുസ്തകത്തെ എങ്ങനെ കാണുന്ന 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പ്രവാസത്തിൽ കഴിയുന്ന തകർന്നുപോയ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നെഹമ്യ കേട്ടപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് ആ ജനം? അവർ പ്രവാസത്തിലും ഒത്തിരി കഷ്ടതയിലുമാ. ജെറുസലേമിനെ മതിലുകൾ മുഴുവൻ തകർന്നുപോയി. ഇതൊക്കെ അർത്ഥമുണ്ട്. ജെറുസലേമിനെ മതിൽ എന്ന് പറയുന്ന സഭയുടെ മതിലാ. സഭയുടെ കോട്ടകൾ ഇന്ന് തകരുക. സഭയുടെ മതിലുകൾ തകർന്നു കണ്ടപ്പോൾ, സഭയുടെ കോട്ടകൾ തകർന്നു വന്നപ്പോൾ, പുതിയ ഇസ്രായേലായ സഭയുടെ കോട്ടകൾ തകർന്ന് വിള്ളലുണ്ടായി ശത്രുക്കൾ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ ജെറുസലേമിൽ കോട്ടകൾ തകർന്ന് കണ്ടിട്ട് നെഹമ്യ എന്ന പ്രവാചകൻ നിലത്തിരുന്ന് ദൈവസന്നിധിയിൽ പരിഹാരം ചെയ്യുക. ഈശോയുടെ പ്രിയപ്പെട്ട ജനമേ, വൈദികനും സമർപ്പിതരും മാത്രമല്ല, അൽമായരും കുടുംബജീവിതക്കാരും തങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ക്രിസ്തുവിന്റെ ശരീരമായ സഭ, ക്രിസ്തുവിനെ ചങ്കിലെ ചോര കൊണ്ട് നേടിയെടുത്ത സഭ, കർത്താവിന്റെ മഹത്വമുള്ള സഭ, ആ പഴയ മഹത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പ്രാർത്ഥനകൾ ഉയരണം. എവിടെയൊക്കെ പ്രാർത്ഥന ഉയരുന്നുണ്ടോ അവിടെ സഭയിൽ ഉണർവുണ്ടാകും. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥന പരിത്യാഗം സഭ പ്രഖ്യാപിക്കുമ്പോൾ സഭാ നവീകരണം എന്ന് പറയുന്നത് പേപ്പറിലാകരുത്, ഒരു സംസാരത്തിലാകരുത്, ഒരു കൂട്ടായ്മയിലോ ഒരു ചെറിയ ആചരണത്തിലോ ആകരുത്. എവിടെയൊക്കെ കോൺവെന്റുകളിൽ, ഞാൻ 100% ഈ ശാലോമന്റെ ഈ ശുശ്രൂഷ എന്ന് പറയുക, കോൺവെന്റുകളിൽ കുർബാന എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കട്ടെ. കേരളത്തിൽ 5000-ഓളം കേരളത്തിലെ ഇടവകളുണ്ട്, ചെറുതും വലുതുമായി. സീറോ മലബാർ മലങ്കൽ ലാറ്റിൻ സഭയിൽ 5000-ഓളം വലിയ പാരിഷും ചെറിയ പാരിഷും ഉൾപ്പെടെ 5000-ഓളം ഇടവകയുണ്ട്. 5000-ഓളം ഇടവകളിൽ 31 ദിവസം മാത്രമല്ല, 3 വർഷക്കാലം സഭയിൽ വന്ന കുറവുകളെ ഓർത്ത് പുരോഹിതർ കരയുമ്പോൾ, സമർപ്പിതർ കരയുമ്പോൾ, കുടുംബജീവിതത്തിൽ വന്ന കുറവുകളെ ഓർത്ത് അൽമായർ കരയുമ്പോൾ, പരിത്യാഗം ചെയ്യുമ്പോൾ, പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ, അവിടെ ദൈവസന്നിധി കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, ദൈവത്തിന്റെ കരുണ ഇറങ്ങുമ്പോൾ അവിടെ കൃപ ഒഴുകും. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കും. സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ വിടുതൽ പ്രാപിക്കും. ഇത് സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട സഭ. ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, സഭയുടെ മുഴുവൻ ചരിത്രത്തിൽ സഭയിൽ എവിടെയൊക്കെ ഉണർവുണ്ടായിട്ടുണ്ട്, അമ്മത്രസ്യയുടെ കാലമായിക്കോട്ടെ, കൊച്ചുത്രസ്യ ആയിക്കോട്ടെ, ഇന്ന് കൊച്ചു കേരളത്തില് അൽഫോൻസാമ ആയിക്കോട്ടെ, എവുപ്രാസ്യമ ആയിക്കോട്ടെ, സഭയിൽ എവിടെ ഉണർവുണ്ടോ അവിടെ പ്രാർത്ഥന കൊണ്ടാ, അവിടെ പ്രാർത്ഥന കൊണ്ടാ. സഭയ്ക്കെതിരെ, ശത്രുക്കൾക്കെതിരെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാ. നമ്മുടെ ആയുധം എന്ന് പറഞ്ഞ പരിത്യാഗമാ. നമ്മുടെ ആയുധം എന്ന് ക്ഷമയാ. എൻ്റെ ദൈവമക്കളെ, ഇത് കൈവിട്ടാൽ ലോകപ്രകാരം ജീവിക്കേണ്ടവരല്ല സഭയുടെ മക്കൾ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക്, വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ ഉയരും.
അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കിരീടം കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മ പറയുന്നൊരു കാര്യമുണ്ട്: സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അമ്മയെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ, അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? പ്രാർത്ഥന പരിത്യാഗം. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന ഉയരട്ടെ. നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി, വന്ധ്യവൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ധ്യാന ഗുരുക്കന്മാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങളിലെ രാത്രിയുടെ യാമങ്ങളിൽ ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ, നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. ഇൻസനു ജേസു എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഈശോ നേരിട്ട് ഈ വൈദികനോട് പറയുന്നുണ്ട്: പിശാചിന് ഏറ്റവും ഭയം രാത്രി പ്രാർത്ഥനകളാണ്. ജാഗരിച്ച് നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇഷ്ടമില്ല. പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് രാത്രിയുടെ പ്രാർത്ഥനയാ. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുക: രാത്രി പ്രാർത്ഥനയിൽ, കൂട്ടായ്മ പ്രാർത്ഥനയിൽ സാത്താന്റെ കോട്ടകൾ തകരും. അതാണ് പരിശുദ്ധ അമ്മ ലാസറത്തെ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? പ്രാർത്ഥിക്കുമ്പോൾ, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്ത്, സഭയിൽ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും, അന്ധകാര ശക്തികൾ വിട്ടുപോകും. ഒരു സ്ഥലത്ത് തിന്മ വരികയാൽ അവിടെ കൂട്ടം കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ കൃപ പെയ്തിറങ്ങും. ദൈവമക്കളെ, അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടായ്മകൾ ഉണ്ടാകണം. അത് ചടങ്ങിനാകരുത്. വില കൊടുത്തു പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. ഉപവാസമെടുത്തും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉപേക്ഷിച്ചും ദൈവസന്നിധിയിൽ നിലവിളിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി നെഹമ്യാ കരഞ്ഞതുപോലെ, എസ്രാ കരഞ്ഞതുപോലെ, പൂർവ്വപിതാക്കന്മാർ കരഞ്ഞ പോലെ, ഫ്രാൻസിസ് സേവ്യർ അസീസിയും ഫ്രാൻസിസ് സേവ്യറും സഭയെ പടുത്തുയർത്താൻ കരഞ്ഞതുപോലെ ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ അഭിഷേകം ഇറങ്ങും. കേരള സഭയിൽ പുതിയ വസന്തമുണ്ടാകും. വലിയ വിശുദ്ധന്മാരായ വൈദികരും സഭയുടെ പിതാക്കന്മാരും അൽമേനികളും തോമസ് മൂറിനെ പോലെയും ഗീവർഗീസ് സഹദായി പോലെയും വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലുള്ള ധീര രക്തസാക്ഷികളായ അൽമായർ സഭയിൽ എഴുന്നേക്കും. ജിയന്റെ ബററ്റ മോളെ പോലെയും, ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിനെ പോലെയും, അതുപോലെ വിശുദ്ധ മരിയ കൊരേറ്റയെ പോലുള്ള വിശുദ്ധരായ പെൺകുട്ടികൾ സഭയിൽ എഴുന്നേക്കും. ദൈവമക്കള് വലിയ പ്രവാചകന്മാർ എഴുന്നേക്കും. വിശുദ്ധന്മാരായ മെത്രാന്മാർ ഫ്രാൻസിസ് ആലസിനെ പോലെയും അൽഫോൺസ് ലിഗോരിയെ പോലുള്ള വിശുദ്ധന്മാരായ മെത്രാന്മാർ സഭയിൽ എഴുന്നേക്കും. സഭയിൽ ഉണർവുണ്ടാകണമെങ്കിൽ പ്രാർത്ഥനകൾ ഉയരണം. സാത്താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ്. ദൈവമക്കളെ, പ്രാർത്ഥന പരിത്യാഗം നമ്മുടെ കുടുംബങ്ങളുണ്ടാകട്ടെ. വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു കുഞ്ഞ് ഐസുവിൽ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? നമ്മുടെ ഒരു കൊച്ചിന് ജോലിക്കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ ശത്രുക്കൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, തകർക്കാൻ നോക്കുമ്പോൾ നമ്മൾ കരഞ്ഞ് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കർത്താവ് അടയാളമിടും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പ്രവാചകനോട് കർത്താവ് പറയുക: പ്രവാചക, ഈ ദേശത്തൂടെ നടക്കണം. ആ ദേശത്ത് നടക്കുന്ന തിന്മയോർത്ത് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ, നെടുവീർപ്പ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ആരെങ്കിലും ഇതിനോർത്ത് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റിത്തടങ്ങളിൽ ഞാൻ അടയാളമിടും. എൻ്റെ ദൈവമക്കളെ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് സ്വന്തം കാര്യത്തിനാ, സ്വന്തം ഭൗതിക കാര്യത്തിന്, മക്കളുടെ ജോലിക്ക് വേണ്ടിയും വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയും പണം വർദ്ധിപ്പിക്കാനുമാ ഇത്രയും നാൾ നവീകരണത്തിൽ പ്രാർത്ഥിച്ചത്. ഇന്നുവരെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? 3 കാര്യമാ സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടം. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കാൻ ഈശോ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറയട്ടെ, ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ സ്വർഗത്തിൽ കയറത്തില്ല. എന്നാൽ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, വന്ധ്യവൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, രൂപതാധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഇടവികാരിസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ലോകത്തിൽ പീഡനമേൽക്കുന്ന രാജ്യങ്ങളിലെ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ഇറാനിലും ഇറാഖിലും സിറിയയിലൊക്കെ മരണത്തിന് മുമ്പിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ മാമോദീസ സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ അങ്ങക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ചാപ്പിൽ പോയി, ഈശോയെ, ഞാൻ ആ സഭയ്ക്ക് വേണ്ടി, സഭാ മക്കൾക്ക് വേണ്ടി, തടവറയിൽ കിടക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി, വടക്കേൻ്റെ മിഷണർമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് കൊച്ചു തെരേസ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ അത് സ്വർഗത്തിൽ നിക്ഷേപമാ. 3-ാമത്തെ കാര്യം, ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് സ്വർഗത്തിൽ നിക്ഷേപമാ. കേൾക്കണേ, 1 സഭയ്ക്ക് വേണ്ടി, 2
പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, 3 ശുദ്ധീകരണാത്മാവിന് വേണ്ടി. ഇത് 3 സ്വർഗത്തിൽ വിലയുള്ളതാ. അൽഫോൻസാമ ചെയ്തതല്ലേ, കൊച്ചു തെരേസ ചെയ്തതല്ലേ, വിശുദ്ധ കൊളേറ്റ് ചെയ്തതല്ലേ, CNIയിലെ വേദപാരംഗതയാ ക്യാതറിൻ ചെയ്തതല്ലേ, അമ്മ ത്രേസ്യ ചെയ്തതല്ലേ. എൻ്റെ കുടുംബജീവിതത്തിലുള്ള പ്രിയപ്പെട്ടവരെ, യുവതിവാക്കന്മാരെ, എല്ലാവർക്കും മിഷന്മാരെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വീട്ടിലിരുന്ന് എൻ്റെ സഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, കേരള സഭയിൽ നവീകരണം ഉണ്ടാകാൻ വേണ്ടി ഞാൻ എൻ്റെ സഹനം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. 32 രൂപതയുണ്ട് കേരള സഭയിൽ. 32 രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകരാജ്യങ്ങൾ പീഡന സഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാവിന് വേണ്ടി. ഇതൊക്കെ സ്വർഗത്തിൽ നിക്ഷേപമാണ്. ഇതാർക്കും എടുത്തു കളയാൻ പറ്റില്ല. ഭൗതികത പ്രാർത്ഥിച്ച ദൈവം തരും, തെറ്റല്ല. ഭൗതികത പ്രാർത്ഥിക്കുക തെറ്റാന്നാലും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഭൗതികത പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി 100 കൊന്ത ചൊല്ലി, നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേര് സ്വർഗത്തിൽ കയറത്തില്ല. എന്നാൽ നിങ്ങൾ വീട്ടിലിരുന്ന്, എൻ്റെ ദൈവമേ, ഇന്ന് സഭ ഒത്തിരി വേദനിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സഭയെ താറടിക്കുക. എൻ്റെ സഭയ്ക്ക് വേണ്ടി, ഭിന്നതയുള്ള, അസ്വസ്ഥതയുള്ള, അനുസരണക്കേടുള്ള ഈ സഭയ്ക്ക് വേണ്ടി ഞാനിതാ എൻ്റെ ക്യാൻസർ രോഗം, എൻ്റെ തലവേദന, എൻ്റെ ശാരീരവേദന, എൻ്റെ കടഭാരം, അമ്മ മാതാവിനോട് ചേർന്ന് ഞാൻ കൊന്ത ചൊല്ലി കാഴ്ച വെക്കുന്നു, ഞാൻ കരുണക്കൊന്ത ചൊല്ലി വയ്ക്കുന്നു. സ്വർഗത്തിൽ നിക്ഷേപം കയറി. ഞാൻ പാപികൾക്ക് വേണ്ടി, മദ്യപാനത്തിനും ലഹരി വസ്തുക്കൾക്കും ജഡികഭാവത്തിനും അടിമപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സഹനം കാഴ്ചവെച്ച് ഞാൻ ജപമാല ചൊല്ലുന്നു. സ്വർഗത്തിൽ നിക്ഷേപമാ. ആരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണാത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിക്ഷേപമാ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നിക്ഷേപം നമ്മൾ കൂട്ടിവെക്കണം. അതിനു വേണ്ടി കൂടിയാണ് സഭാ നവീകരണ വർഷം. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ജനമേ, തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് കടക്കാൻ പോവുക. ജീവിക്കുന്ന ദൈവം നേരിട്ട് ഈ ബലിപീഠത്തിൽ ഈശോ നേരിട്ട് ഇറങ്ങി വരിക. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോകരാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന മക്കള്, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രണ്ടാമത് ഈ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി. 1 സഭ, 2 ശുദ്ധീകരണാത്മാക്കൾ, 3 പാപികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിലിരുന്നോ യൂട്യൂബിലിരുന്നോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, കുടുംബത്തിൽ നിങ്ങൾ കടഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും. നമുക്ക് ദിവ്യകാരുണ്യനാഥനെ സ്നേഹത്തോടെ ഈ സമൂഹത്തിലേക്ക് ക്ഷണിച്ച്, കർത്താവേ, സഭയുടെ നവീകരണത്തിന് വേണ്ടി ഞങ്ങളിതാ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങൾ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി ഒരുങ്ങി പാട്ടുപാടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ, രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ. സഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ, രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും. സൈന്യങ്ങളുടെ കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും. ചേർന്ന് പാടാം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ ആരാധിക്കും നിന്നാമം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആരാധിക്കുമ്പോൾ പ്രത്യേകമായി സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ സഭയുടെ ഉണർവിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ മക്കളെന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കർത്താവിനോട് ചോദിക്കാം. ദൈവമക്കളെ, സഭയുടെ ചരിത്രത്തിൽ, സഭയിൽ ഓരോ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകം വിശുദ്ധരായ വൈദിക സമർപ്പിത മെത്രാന്മാന്മാരികളെ
യുവതീ യുവാക്കന്മാരെ സഭയിൽ തൻ്റെ ഉണർവിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ചു. അവരെല്ലാം കർത്താവ് ഉപയോഗിച്ചത് സഭയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. രാത്രിയുടെ യാമങ്ങളിൽ ധാരധാരയായി കണ്ണുനീരൊഴുക്കി സഭയുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവമക്കളെ, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോ നമ്മളെ ഉറ്റുനോക്കുക. തൻ്റെ സഭയ്ക്ക് വേണ്ടി, ശരീരമായ സഭയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം 44-ാം തിരുവചനം സഭയെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുക. ഒരുവൻ നിധി ഒളിച്ചിരിക്കുന്ന വയല് കണ്ടെത്തിയാൽ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് നിധി ഇരിക്കുന്ന വയൽ സ്വന്തമാക്കും. വയൽ എന്ന് പറഞ്ഞാൽ സഭയാണ്, നിധി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ഒരുവൻ നിധി കണ്ടെത്തിയ വയൽ കണ്ടെത്തിയാൽ ആ വയൽ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം വിൽക്കും. ദൈവമക്കളെ, അതുകൊണ്ടാണ് സഭയിൽ അനേക രക്തസാക്ഷികളുണ്ടായത്, സഭയിൽ അനേകം വിശുദ്ധരുണ്ടായത്. അവരോരോ കാലഘട്ടത്തിലും തിരുസഭയെ എങ്ങനെയാണ് പടുത്തുയർത്തിയത്? അവരുടെ പ്രാർത്ഥനകൾ വഴി, അവരുടെ നിലവിളികൾ വഴി. അവർ മുട്ടിൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് സഭയെ കുറ്റപ്പെടുത്താതെ, അധികാരികളെ കുറ്റപ്പെടുത്താതെ, താൻ ജീവിച്ചിരുന്ന കാലത്ത് ക്രിസ്തുവിന്റെ മുറിവേറ്റ സഭയെ പടുത്തുയർത്താൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചവരാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എവിടെ പ്രാർത്ഥന ഉയരുന്നുണ്ടോ അവിടെ തിന്മയുടെ ശക്തികൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസ് സുവിശേഷം 9:29 വചനം ഈശോ പറയുക, പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോകുള്ളൂ. കേരള സഭ നേരിടുന്ന പ്രതിസന്ധിയിൽ അഭിവന്ദ്യ പിതാക്കന്മാരെടുത്ത കൂട്ടായ തീരുമാനമാ 3 വർഷം സഭാ നവീകരണ കാലം പ്രഖ്യാപിക്കും. അതിനോട് ചേർന്ന് ടീം ശാലോം ഒരുക്കുന്ന വലിയ ശുശ്രൂഷയാണ് ഈ ഒക്ടോബർ 31 പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ അഭിവന്ദ്യ പിതാക്കന്മാർ തിരുസഭയെ സമർപ്പിക്കുമ്പോൾ, സഭയുടെ അംഗമായ എന്നെയും നിങ്ങളെയും അഭിവന്ദ്യ പിതാക്കന്മാർ ഈശോയ്ക്കും അമ്മയ്ക്കും സമർപ്പിക്കുമ്പോൾ, ദൈവമക്കളെ, അതുവഴി സഭയിലൊരു വിശുദ്ധീകരണം, സഭയിലൊരു നവീകരണം സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 31 ദിവസക്കാലം 1,00,000-ലധികം ജപമാലകൾ, ദിവ്യകാരുണ്യ ആരാധനകൾ, പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ, ഉപവാസങ്ങൾ, നോമ്പുകൾ, ഇതെല്ലാം സഭയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഈ നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പോവുക. കർത്താവേ, അങ്ങയുടെ സഭയുടെ മേൽ കർത്താവിന്റെ കാറ്റയക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയക്കണമേ. അങ്ങനെയാണല്ലോ ആദിമ സഭയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങളിൽ ഭയപ്പെട്ടിരുന്ന ആദിമ സഭ വീണ്ടും ഒരുമിച്ചുകൂടി. അവരൊരുമിച്ചുകൂടി പ്രാർത്ഥിക്കുക, കർത്താവേ, അവരുടെ ഭീഷണികൾ അങ്ങ് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണം. അവരൊരു മനസ്സോടെ പ്രാർത്ഥിക്കണത്. ദൈവമക്കളെ, അവരൊരു മനസ്സോടെ പ്രാർത്ഥിക്കണത്. ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൊയ്ത്തുണ്ടാകുക. വചനം പഠിപ്പിക്കുന്നത് അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അവരിരുന്ന സ്ഥലം കുലുങ്ങി. ഭയപ്പെട്ടിരുന്നവർ വീണ്ടും ധൈര്യത്തോടെ ദൈവവചനം പ്രഘോഷിച്ചു. അവിടെ സഭ വളർന്നു. കേരള സഭ തളർന്നു നിൽക്കുക, കേരള സഭ മങ്ങി നിൽക്കുക, നിന്ദനമേറ്റും അപമാനിക്കപ്പെട്ടും സമൂഹത്തിന് മുമ്പിൽ കർത്താവേ തള്ളപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു സമർപ്പിത എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, സഭയുടെ മകൻ എന്ന നിലയിൽ, സഭയിൽ അംഗമായ ഞാനും നിങ്ങളും
കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ റൂഹ, ദൈവത്തിന്റെ ആത്മാവ് കേരള സഭയിലെ 32 രൂപതകളുടെ മേല്, അഭിവന്ദ്യ പിതാക്കന്മാരുടെ മേൽ, വന്ധ്യവൈദികരുടെ മേൽ, സമർപ്പിതരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശാൻ പോവുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കാറ്റയക്കണമേ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 30-ാം തിരുവചനത്തിലെ ജോയേൽ 2:28-29 അപ്പോസ്തല പ്രവർത്തനം 2:18-19 പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സഭയുടെ മേൽ ആഞ്ഞടിക്കട്ടെ. ദ്വിതീയ പെന്തക്കോസ്തായുടെ അഭിഷേകം സംഭവിക്കട്ടെ. കർത്താവേ, ബെനഡിക്റ്റ് ഉണർത്തിയതുപോലെ, ഫ്രാൻസിസ് അസീസി ഉണർത്തിയതുപോലെ, ഫ്രാൻസിസ് സേവ്യർ ഉണർത്തിയതുപോലെ, കൊച്ചു ഡൊമിനിക്കിനെ ഉണർത്തിയതുപോലെ, ഡൊമിനിക് സാവി ഉണർത്തിയതുപോലെ പരിശുദ്ധാത്മാവിന്റെ തീക്കാറ്റ് സഭാ മണ്ഡലങ്ങളുടെ മേൽ ആഞ്ഞു വീശട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ അടിച്ച്, ഓ കർത്താവിന്റെ റൂഹ, ഇരുട്ടിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. സഭയിൽ പ്രകാശപൂരിതമാകട്ടെ. സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകൾ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അഴിയട്ടെ. കൈയടിച്ച് പാടാം. പരിശുദ്ധാത്മാവേ, ഉണർവ് കൊടുക്കണമേ ശക്തിയോടെ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ. ചേർന്ന് പാടാം. തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. സ്നേഹത്തോടെ, ഓ അഗ്നി അഭിഷേകമേ, ഉണർവോടെ കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കാറ്റായി കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ, വിടുതലിൻ ആത്മാവേ, സഭയിൽ നിറയണമേ. നിറയട്ടെ കേരള സഭയിൽ. അഗ്നിൻ അഭിഷേകമായി സഭയിൽ പടരണമേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. വിടുതലിൻ ആത്മാവേ, സഭയിൽ നിറയണമേ. അഗ്നിയുടെ അഭിഷേകം, ഫയർ anointing. അഭിഷേകമായി സഭയിൽ പടരണമേ. പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. സഭയിൽ കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ സഭ ഉണരട്ടെ. പാപമെല്ലാം ചാമ്പലാക്കണമേ. പരിശുദ്ധാത്മാവേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. കരങ്ങൾ ഉയർത്തിയടിച്ച് അഗ്നി അഭിഷേകമേ. ഫയർ anointing. ഓ അഗ്നി Fire from അഭിഷേകമേ. കർത്താവേ, അഗ്നി അഗ്നി അഭിഷേകമേ. അഭിഷേകം. ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി. കാറ്റായി വീശണമേ. സഭയിൽ തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. തീ കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. റൂഹ, പറന്നിറങ്ങണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കരമടിച്ചോ. ഓ റൂഹ, പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, പറന്നിറങ്ങണമേ. പറന്നിറങ്ങട്ടെ. പരിശുദ്ധ റൂഹായേ, പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. പരിശുദ്ധ ഓ റൂഹായേ, ആത്മാവ് ചലിക്കട്ടെ. പറന്നിറങ്ങണമേ. നിർജീയ വസ്തു പരിശുദ്ധ ഉണരട്ടെ. റൂഹായേ, സഭ ചലിക്കട്ടെ. പറന്നിറങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ദിവ്യകാരുണ്യ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കൃപാനികൾ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ള തിരുലിഖിതങ്ങൾ ഈശോ തന്ന വാഗ്ദാന വചനമാണ്.
ദൈവമക്കളെ, ആകാശവും ഭൂമിയും മാറിയാലും ഈശോ മിശിഹ പറഞ്ഞ വചനത്തിന് പള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ല. പറയാണ്, പത്രോസ്ലിഹാട് പറയുക, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കണ ദൈവമക്കള് മനസ്സിൽ കുറിച്ചിടേണ്ട വചനമാണ്. നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഞാൻ സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. എന്റെ ദൈവമക്കളെ, വിശുദ്ധ മത്തായി 28:20 പറയും, യുഗാന്ത്യം വരെ സഭയോടൊപ്പം ദൈവമക്കളോടൊപ്പം ഞാനുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത ഈശോയ. പിന്നെ എവിടെയാ നമ്മൾ പരാജയപ്പെടുന്നത്? ഒന്ന്, ഈ കർത്താവിൽ അവിശ്വസ്തത. രണ്ട്, ദൈവം തന്ന പ്രമാണങ്ങളിൽ മായം ചേർക്കുക. പൗലോസിലെ കൊരിന്തോസുകാർക്ക് പറഞ്ഞില്ലേ, ദൈവവചനത്തിൽ മായം ചേർക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി കുറയും. എൻ്റെ ദൈവമക്കളെ, സഭാ നവീകരണ വർഷത്തിൽ കുടുംബങ്ങൾ നവീകരിക്കപ്പെടുവാൻ, സെമിനാരികൾ നവീകരിക്കപ്പെടാൻ, സഭയിലെ രൂപതകൾ നവീകരിക്കപ്പെടുവാൻ കർത്താവ് ഇറങ്ങണമെങ്കിൽ അവിടെ വിശുദ്ധീകരണം സംഭവിക്കണം. ജോഷുവ 3:5, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവമക്കളെ, അതുകൊണ്ടാണ് ആദിമ സഭയിൽ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച് കേട്ടുകൊണ്ടിരുന്നവർ ഹൃദയം നുറങ്ങിയപ്പോൾ 2:37-38 നടപടി 2:37-38 അവർ ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് പറയാ, അനുതപിക്കണം. ദൈവമക്കളെ, ഒരു വ്യക്തി അനുതപിക്കാൻ തുടങ്ങുമ്പോൾ, ചെയ്ത തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കാൻ തുടങ്ങുമ്പോൾ സാത്താന്റെ പിടി അഴിയും. നമ്മൾ തിരുത്തണം. തിരുത്തേണ്ട സഭാ നവീകരണം എന്ന് പറയുമ്പോൾ തിരുത്തേണ്ടിടത്ത് തിരുത്താനും, കർത്താവേ മുറിക്കപ്പെടരുത് മുറിക്കപ്പെടാനും, ചേർക്കേണ്ടത് ചേർക്കാനുമുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ സഭയുടെ നവീകരണത്തിൽ കർത്താവിന് ഇറങ്ങാൻ മേലാത്ത മേഖലകൾ, കർത്താവിന്റെ ശക്തി പ്രകടമാകാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ ആ മേഖലകളിലേക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സങ്കീർത്തന പുസ്തകം 66-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയണില്ലേ, അങ്ങയുടെ ആലയത്തെ പറ്റിയുള്ള തീഷ്ണതയാൽ വിഴുങ്ങിക്കളഞ്ഞു. ക്രിസ്തുവിന്റെ ആലയത്തെ പറ്റിയുള്ള തീഷ്ണതയാൽ ഈ കാലയളവിൽ എൻ്റെ പ്രിയപ്പെട്ട കുടുംബനാഥ, എൻ്റെ പ്രിയപ്പെട്ട സഭയിലെ യുവാവേ, എൻ്റെ പ്രിയപ്പെട്ട സഭയിലെ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഭയിലെ വൈദികരെ, എൻ്റെ പ്രിയപ്പെട്ട സഭയിലെ സമർപ്പിതരെ, ക്രിസ്തുവിന്റെ ശരീരമായ സഭ മുറിക്കപ്പെടുമ്പോൾ ആലയത്തെ പറ്റിയുള്ള തീഷ്ണതയാൽ ജ്വലിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാണ് പ്രവാചകന്മാർ സഭയിൽ ഉണ്ടാകണം, വിശുദ്ധന്മാരുണ്ടാകണം. തിരുത്തേണ്ടത് തിരുത്താനും, നവീകരിക്കാനും. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ജെറമിയ എന്ന് പറയുന്ന ബാലനെ വിളിക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ല, നീ ഭയപ്പെടണ്ട, നീ മുള്ളുകളുടെ ഇരിക്കേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ജനത്തോട് പറഞ്ഞ് കൽപ്പിക്കണം. നീ കേവലം ഒരു ബാലനാന്ന് പറയരുത്. അടുത്ത വാക്യം ലാസ്റ്റത്തെ, നിന്റെ നാവിൽ ഞാൻ വചനം നിക്ഷേപിക്കുന്നു, ഇടിച്ചു തകർക്കാനും നട്ടു വളർത്താനും. അതാണ് ഒരു പ്രവാചകന്റെ ദൗത്യം. ചിലതൊക്കെ ഇടിച്ചു തകർക്കപ്പെടണം, ചില മേഖലകൾ നട്ടു വളർത്തണം. കർത്താവിന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയെ സ്നേഹിക്കുന്ന മക്കൾ, ചിലതെല്ലാം ഇടിച്ചു തകർക്കപ്പെടാൻ, ചിലത് പുതിയത് പണിയുവാൻ കർത്താവെ സഭയിൽ ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റ് വീശണം. കർത്താവെ 21-ാം നൂറ്റാണ്ടിൽ
ദൈവമക്കളെ, വിശുദ്ധരായ വിശുദ്ധ ബെർണാഡ് പുണ്യാളം പറഞ്ഞൊരു വാക്കുണ്ട്. അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധ കന്യാമറിയം ആദിമ സഭയെ വെല്ലുന്ന ഇതര വിശുദ്ധാത്മാക്കളെ അന്ത്യകാലഘട്ടത്തിൽ ഒരുക്കും. പ്രവാചക അഭിഷേകമുള്ളവർ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കരങ്ങളൊന്ന് കർത്താവിനെ നേരിട്ട് പിടിച്ചേ. പ്രവാചക അഭിഷേകമുള്ള പിതാക്കന്മാർ, പ്രവാചക ദൗത്യമുള്ള പ്രവസിയുടെ ആത്മാവുള്ള വൈദികർ, സമർപ്പിതർ, യുവതിവാക്കന്മാർ, ധ്യാനഗുരുക്കന്മാർ, കുടുംബനാഥന്മാർ സഭയിൽ എഴുന്നേൽക്കണം. കർത്താവേ, ആത്മാവിന് ചലനം സഭയിൽ സംഭവിക്കണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശക്തി അയക്കണമേ, കൃപ അയക്കണമേ, അഗ്നി അയക്കണമേ, അഭിഷേക ശക്തി, മായം ചേർക്കാത്ത വചനത്തിന്റെ ശക്തി, കൃപയുടെ ശക്തി, സഭാമണ്ഡലങ്ങൾ അയക്കണമേ. പ്രവചന ദൂതുള്ള, പ്രവചന ആത്മാവുള്ള മക്കളെ ദൈവസഭയിൽ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവേ ചലിക്കട്ടെ. ആമേൻ. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, ആമേൻ. എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, യേശുവിന്റെ സഭയിൽ സുവിശേഷം ഘോഷിക്കാം. എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ആമേൻ. എഴുന്നേൽക്കട്ടെ ഉള്ളുകൊണ്ട് അപ്പോസ്തലർ, ആഗ്രഹിച്ചേ. എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ തിരുസഭയെ നയിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദൈവമക്കളെ, കർത്താവിന്റെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുക. ദൈവശക്തി ഇവിടുന്ന് പുറപ്പെടാൻ പോവുക. ദൈവ സാന്നിധ്യം ഇവിടുന്ന് പുറപ്പെടാൻ പോവുക. ലൂക്കാ സുവിശേഷം 6:19. ഈശോ ഇന്ന് ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി ഒരുങ്ങി മുട്ടുകുത്തി നിന്ന് ശിരസ് നമിച്ച് കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.